സത്യഭാമ അങ്ങനെ പറഞ്ഞെങ്കിൽ കൂടിയും ഇത്രയും അധികം പണം തങ്ങൾ എവിടെ നിന്ന് അടച്ചു തീർക്കുക എന്നത് അവർക്കൊരു രൂപവുമില്ലായിരുന്നു. കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ആ പണമെല്ലാം ദൂർത്തടിച്ച് തീർത്തിരുന്നു അവർ. ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാതെ വേഗം ഇറങ്ങാൻ നോക്ക്, അതോ ഇപ്പോൾ തന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോകണോ? ഓഫീസർ ചോദിച്ചപ്പോൾ അവർ ഉടൻ പുറത്തേക്കുള്ള വഴിയിലേക്ക് മാറി നിന്നു. ഇല്ല സാറേ, ഞങ്ങളിതാ പോയി. സത്യഭാമ മകളെയും കൊണ്ട് ഗേറ്റിന് പുറത്തേക്ക് ഓടുകയായിരുന്നു. ഗായത്രി ദേവി നിദ്രയെ തന്നോട് ചേർത്ത് പിടിച്ചു നിർത്തി. അവൾക്ക് ആശ്വാസം തോന്നി. ഇത്രയും സ്നേഹിക്കുന്നൊരു മാതാപിതാക്കളെ കിട്ടാൻ താൻ എന്ത് പുണ്യമാണ് ചെയ്തതെന്ന് അവൾ ചിന്തിച്ചു. സ്വന്തം അച്ഛനും അമ്മയും ഇല്ലാത്ത ദുഃഖം മറക്കാൻ അവൾക്കത് മാത്രം മതിയായിരുന്നു. സത്യഭാമ പോകുന്ന പോക്കിലൊക്കെയും അവരുടെ അവസ്ഥയെ ചൊല്ലി പരിതപിച്ചുകൊണ്ടിരുന്നു. എന്നാലും എന്ത് കാലക്കേടിനാണാവോ ആ പെണ്ണിൻ്റെ വാക്ക് കേട്ട പാതി കേൾക്കാത്ത പാതി എടുത്തു ചാടിയത്. ഇതിപ്പോൾ ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല, കക്ഷത്തിലിരിക്കുന്ന തൊട്ട് പോവുകയും ചെയ്യുന്ന രീതിയിലായല്ലോ. സത്യഭാമ തലയിൽ കൈവച്ചുകൊണ്ട് സാറയെ പ്രാഗി. അമ്മേ, ഇത് അവൾ തന്നെയായിട്ട് തന്ന ഒരു പണിയല്ലേ? നമുക്ക് ആ പെണ്ണിനെ തന്നെ വിളിച്ച് 25 ലക്ഷം രൂപ പലിശയടക്കം ചോദിച്ചു നോക്കാം. ചിലപ്പോൾ അവൾ തന്നാലോ? ശരണ്യ അമ്മയോട് ചോദിച്ചു. സത്യഭാമയുടെ മുഖം തെളിഞ്ഞു. അത് നേരാ, അവൾ തരട്ടെ, അവളുടെ ആവശ്യമല്ലേ, അല്ലെങ്കിലും നമ്മളുടെ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പൈസ. സത്യഭാമ ഉടനെ തന്നെ ഫോണെടുത്ത് സാറയെ വിളിച്ചു. കൊച്ചെ, നീ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കെട്ടിയെടുത്തിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് നല്ല അസല് പണിയാണ് കിട്ടിയത്. ഒക്കത്തിനും നീ തന്നെ ഉത്തരവാദി. എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം സാറയുടെ ചുമലിലിട്ടുകൊണ്ട് ഉണ്ടായതൊക്കെയും സത്യഭാമ അവളോട് വിശദീകരിച്ചു. നിദ്രയെ അവർ കൊണ്ടുവന്നില്ല എന്നറിഞ്ഞതോടെ സാറ പല്ല് കടിച്ചു. ആ വഴിയും അടഞ്ഞു എന്ന് അവൾക്ക് ഏകദേശം ഉറപ്പായി. എല്ലാം കൊണ്ടുപോയി തുലച്ചിട്ട് എന്നെ പറയുന്ന വരട്ട കിളവി. നിങ്ങളോട് ഞാൻ പറഞ്ഞു അവരുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റാൻ. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ആഹാ, ഇപ്പം അങ്ങനെയായോ? പരട്ട കിളവി നിന്റെ. സത്യഭാമ അവളെ ചീത്ത പറയാൻ തുടങ്ങിയതും ശരണ്യ ദയനീയമായി അവരെ കണ്ണു കാണിച്ചു. സത്യഭാമ സ്വയം ഒന്നടങ്ങി. സോറി മാഡം, അങ്ങനെ പറ്റിപ്പോയി. ആ പണം ഞങ്ങൾക്ക് മാഡം തന്ന ഉടനെ ഞങ്ങൾ അവളെയും കൊണ്ട് വന്നേക്കാം, അല്ലാതെ ഇനി ഞങ്ങൾക്കൊന്നും നടക്കില്ല. പണം ഞാൻ തരാനോ? അതും 25 lakhs? നോ വേ. അല്ലെങ്കിലും നിങ്ങളെ കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. നിദ്ര നിങ്ങളുടെ കൂടെ വരാനും പോകുന്നില്ല. അത്രയ്ക്ക് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾ അവളോട്. പിന്നെങ്ങനെ വരാനാ? ഞാൻ വേറെ വല്ല വഴിയും നോക്കിക്കൊള്ളാം. എടി മൂദേവി. സത്യഭാമ എന്തോ പറയാൻ ശ്രമിച്ചപ്പോഴേക്കും സാറ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. പിന്നീട് അവർ എത്ര ശ്രമിച്ചിട്ടും അവളെ ഫോണിൽ കണക്റ്റ് ആയില്ല. ആ പെണ്ണ് നമ്മളെ ബ്ലോക്കാക്കിയെന്നാ തോന്നുന്നേ. അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ ഒരു മയത്തിലൊക്കെ നിൽക്കാൻ. ശരണ്യ വരെ വഴക്ക് പറഞ്ഞു. ഉവ്വടി, മയത്തിൽ നിൽക്കാൻ പറ്റിയൊരു സാധനം. ചന്ത പെണ്ണുങ്ങൾക്ക് കാണുമല്ലോ ഇവളേക്കാളും അന്തസ്. എന്ത് കണ്ടിട്ടാണാവോ ഇവളെയൊക്കെ ആ രുദ്രൻ പ്രേമിച്ചത്? അതും ഇതും പറഞ്ഞു നിൽക്കാതെ ഇനി എന്ത് വഴിയെന്ന് ആലോചിക്കാമേ. അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഭയത്തോടെ ശരണ്യ പറഞ്ഞപ്പോൾ സത്യഭാമ നെഞ്ചിൽ ആദിയോടെ ഒഴിഞ്ഞു. എൻ്റെ ദൈവമേ, ഇനി എന്ത് വഴി? ഉള്ള സ്വർണ്ണക്കെയും എടുത്തും വിൽക്കാം, അല്ലാതെന്ത് ചെയ്യാനാ? കരച്ചിലോടെ സത്യഭാമ പറഞ്ഞത് കേട്ടപ്പോൾ ശരണ്യ ഒന്ന് ഞെട്ടി. സ്വർണം വിൽക്കാനോ? അമ്മ എന്തേ പറയുന്നത്? അതൊക്കെ എൻ്റെ കല്യാണത്തിന് നീക്കി വെച്ചതല്ലേ. പിന്നല്ലാതെ കല്യാണമൊക്കെ പിന്നെയും നടത്താം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത്. എന്നെ പോലീസ് പിടിച്ചാൽ പിന്നെ എന്ത് ചെയ്യും? എന്നാലും അമ്മേ. ഒരെന്നാലും ഇല്ല, അത് മാത്രമേ ഉള്ളൂ ഇനിയൊരു വഴി. സത്യഭാമ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പറഞ്ഞു. ശരത്ത് മാത്രം ഒന്നും മിണ്ടാതെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിറ്റേന്ന് തന്നെ ഗോൾഡ് പണം വയ്ക്കാമെന്നായിരുന്നു സത്യഭാമ കരുതിയത്. അലമാരയിൽ നിന്നും എല്ലാ സ്വർണവും എടുത്ത് ആവശ്യത്തിനുള്ളത് നോക്കി വെച്ചു. എന്നിട്ട് കുറച്ച് പണം വേണ്ടി വന്നിരുന്നത് കടം വാങ്ങുകയോ മറ്റോ ചെയ്യാമെന്ന് കരുതി. പിറ്റേന്ന് രാവിലെ തന്നെ ഉണർന്നു നോക്കി സത്യഭാമ ഞെട്ടിപ്പോയി. അലമാര തുറന്നു കിടക്കുന്നു. സ്വർണങ്ങളൊന്നും അതിൽ നോക്കിയിട്ട് കാണാനുമില്ല. മോളി ഷരു. ആദിയോടെ അവർ വീട് മുഴുവൻ ശരണ്യയും തിരക്കി നടന്നു. അവളെ അവിടെയെങ്ങും കാണാനില്ലായിരുന്നു. ശരത്ത് പെട്ടെന്ന് അമ്മയുടെ നിലവിളി കേട്ടാണ് അങ്ങോട്ടേക്ക് വന്നത്. എന്താ അമ്മേ, എന്തു പറ്റി? മോനെ, ശരണ്യ മോളെ കാണാനില്ലടാ. സ്വർണവും കാണാനില്ല. അവളെ ആരോ തട്ടിക്കൊണ്ടു പോയെന്നാണ് തോന്നുന്നത്. സ്വർണവും പോയി. അവർ അലമുറിയിട്ട് കരഞ്ഞു. ശരത്ത് ഞെട്ടലോടെ ഒന്ന് ചുറ്റും നോക്കി. ടീപ്പോയുടെ മുകളിൽ ഒരു പേപ്പർ മടക്കിയിരിക്കുന്നത് കണ്ട് അവൻ്റെ നെറ്റി ചുളഞ്ഞു. ഉടൻ തന്നെ അവനതെടുത്ത് വായിച്ചു. അമ്മേ, ഇത് നോക്കിയേ. വിറയ്ക്കുന്ന കൈകളോടെ അതവൻ സത്യഭാമയ്ക്ക് കൈമാറി. അവരത് വാങ്ങി വായിച്ചു. ഞാൻ എനിക്കിഷ്ടമുള്ള ആൾക്കൊപ്പം പോകുന്നു. എന്നെ അന്വേഷിക്കരുത്. സ്വർണവും ഞാൻ കൊണ്ടുപോകുന്നു. സത്യഭാമ അത് വായിച്ച ഉടനെ തറയിലേക്ക് ബോധം കെട്ട് വീണ് പോയിരുന്നു.
സത്യഭാമ അലമുറിയിടാൻ തുടങ്ങി. അയ്യോ, ആ ഉരുമ്പിട്ടവൾ എന്നെ ചതിച്ചല്ലോ. എങ്ങനെ വളർത്തി കൊണ്ടുവന്നതാ ഞാൻ അവളെ. അവൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കാലം കിടന്ന് കഷ്ടപ്പെട്ടത്. എന്നിട്ട് ഇങ്ങനെ ഒരു ദുരിതം വന്നപ്പോൾ അവൾ എന്നെ ചതിച്ചല്ലോ. ഞാനിനി എന്ത് ചെയ്യും? ശരത്തെ, നമ്മൾ വഴിയാധാരമായല്ലോടാ. ഒന്ന് മിണ്ടാതിരിക്കാമോ? ഇങ്ങനെ കിടന്ന് അലമുറിയിട്ട് നാട്ടുകാരെ കൂടെ അറിയിച്ചിട്ട് അമ്മയ്ക്കെന്ത് കിട്ടാനാ? ശരത്ത് സഹികെട്ട് ചോദിച്ചു. ഒന്ന് പോടാ അലവലാതി. നിന്നെയൊക്കെ കൊണ്ടൊക്കെ ഈ കുടുംബത്തിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? പെങ്ങളും കണക്കാണ്, ആങ്ങളയും കണക്കാണ്. നീ നല്ലൊരു ആങ്ങളയായിരുന്നെങ്കിൽ അവൾ ഈ പണി കാണിക്കുമായിരുന്നു. ചെവിക്കുറ്റി കടിച്ചിട്ട് അടക്കിയിട്ട് നിർത്തേണ്ടതിനു പകരം പെങ്ങളെ അഴിച്ചു വിട്ടിരിക്കുന്നു. ഇപ്പൊ അവൾ കണ്ടവന്റെ കൂടെ പോയല്ലോ. നിനക്ക് തൃപ്തിയായി കാണുമല്ലോ. ആഹാ, അത് കൊള്ളാം. ശരത്തിന് അടിമുതൽ മുടി വരെ ദേഷ്യം പെരുത്തു വന്നു. അമ്മ ഒരൊറ്റൊരാളാ അവളെ വഷളാക്കിയത്. ബാക്കിയുള്ളവരെന്തെങ്കിലും പറഞ്ഞ് അവളെ ഒന്ന് ഉപദേശിക്കാൻ നോക്കിയാ അപ്പോൾ തന്നെ അമ്മ ഇടയ്ക്ക് ചാടി വീഴും. എൻ്റെ മോളെ നീ ഉപദേശിക്കേണ്ട, അവളെ നന്നായിട്ട് വളർത്താൻ എനിക്കറിയാമെന്നൊക്കെയല്ലേ നിങ്ങൾ പറയാറ്. നിദ്ര ചേച്ചി ഇവിടെ ഉണ്ടായിരുന്ന സമയത്തെല്ലാം അവരെ ചട്ടം പഠിപ്പിക്കാൻ നിങ്ങൾക്ക് വലിയ ഉത്സാഹമായിരുന്നല്ലോ. അടക്കത്തോടെയും ഒതുക്കത്തോടെയും ജീവിക്കുന്ന ചേച്ചിയെ മെക്കിട്ട് കയറുന്ന സമയത്ത് സ്വന്തം മകളെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെയൊരു അധോഗതി വരില്ലായിരുന്നു. ശരത്ത് പറഞ്ഞത് കേട്ട് സത്യഭാമയ്ക്ക് ഉത്തരം മുട്ടിപ്പോയി. എങ്കിലും അവർ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു നിദ്ര ചേച്ചി, അവളുടെ കാര്യം നീ മിണ്ടിപ്പോകരുത്. അവൾ ഒറ്റരുതി കാരണമാണ് എനിക്ക് ഈ സ്ഥിതി വന്നത്. അവൾ നശിച്ചു നാറാണക്കല്ലെടുത്ത് പോകും. സത്യഭാമ തലയിൽ കൈവച്ചു പ്രാഗി. ശരത്തിന് വീണ്ടും ദേഷ്യം വന്നു. നിദ്രയോട് സഹോദരി എന്ന നിലയിൽ ഒരിക്കലും യാതൊരു ഇഷ്ടവും തോന്നിയിട്ടില്ല. തോന്നാൻ അമ്മ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ചേച്ചിയാണെന്നല്ല, അച്ഛൻ്റെ ആദ്യത്തെ മകൾ ശത്രുവാണെന്ന് അമ്മ പഠിപ്പിച്ചത്. അമ്മയുടെ സ്വാർത്ഥത തങ്ങൾ മക്കളിലേക്കും അവർ പകർന്നു തന്നു. അതുകൊണ്ട് സ്നേഹത്തോടൊരു നോട്ടമോ വാക്കോ പെങ്ങളെന്ന നിലയിൽ തൻ്റെ അടുത്തുനിന്ന് ചേച്ചിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ചേച്ചി ഇവിടെ നിന്ന് പോയപ്പോഴാണ് അവളായിരുന്നു ഈ വീടിൻ്റെ വിളക്കെന്ന് മനസ്സിലാക്കിയിരുന്നത്. നിദ്ര ഇവിടെ ഉള്ളപ്പോൾ തനിക്ക് സമയത്ത് രുചികരമായ ഭക്ഷണം കിട്ടിയിരുന്നു. തൻ്റെ വസ്ത്രങ്ങളെല്ലാം അലക്കി വെളുപ്പിച്ച് ഇസ്തിരിയിട്ട് തരുമായിരുന്നു. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുമായിരുന്നു. മുത്തശ്ശിയെ പരിചരിക്കുമായിരുന്നു. സന്ധ്യയ്ക്ക് ദീപം കൊളുത്തുമായിരുന്നു. പക്ഷേ നിദ്ര പോയപ്പോൾ ആ ഐശ്വര്യമെല്ലാം പടിയിറങ്ങിപ്പോയി. ശരണ്യയോ സത്യഭാമയോ വീടൊന്ന് തൂക്കുകയോ മുറ്റമടിക്കുകയോ ചെയ്യാറില്ല. അടുക്കളയിൽ കയറി എന്തെങ്കിലും കാട്ടിക്കൂട്ടുമെന്നല്ലാതെ വായിക്ക് രുചിയായിട്ടൊന്നും ഉണ്ടാക്കാറില്ല. അമ്മയും മകളും കുത്തിയിരുന്ന് സൊമാറ്റോയിൽ നിന്നോ സ്വിഗ്ഗിയിൽ നിന്നോ ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കും. നിദ്രയെ വിറ്റ് കിട്ടിയ പണമുണ്ടായിരുന്നല്ലോ കയ്യിൽ. നിദ്ര പോയതിൽ പിന്നെ താൻ രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് ശരത്ത് തെല്ലൊരു കുറ്റബോധത്തോടെ ഓർത്തു. നിദ്രയോട് ചെയ്തതെല്ലാം തെറ്റായിരുന്നു. അമ്മയുടെയും പെങ്ങളുടെയും താളത്തിന് തുള്ളിയപ്പോൾ തൻ്റെ മനസ്സാക്ഷി പോലും മരവിച്ചു പോയി. പക്ഷേ ഇപ്പോൾ സത്യഭാമ ഇല്ലാത്ത കാര്യത്തിലാണ് അവളെ കുറ്റം പറയുന്നത്. തൻ്റെ അമ്മയുടെ കൊള്ളരുതായ്മ കാരണമാണ് പെങ്ങൾ ഒളിച്ചോടി പോയതെന്ന് അവന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അമ്മയുടെ തനി പകർപ്പ് തന്നെയാണ് മകളും. ക്രൂരതയുടെയും സ്വാർത്ഥതയുടെയും ആരൂപം. ഇങ്ങനെ നിൽക്കാതെ നശിച്ചവൾ എവിടെ പോയെന്നൊന്ന് അന്വേഷിക്കടാ. എൻ്റെ സ്വർണം മുഴുവൻ എടുത്തുകൊണ്ട് അവൾ പോയത്. സത്യഭാമ ശരത്തിന് നേരെ ചീറി. അത് അവൾക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. ശരത്ത് നിന്ദയോടെ ചിരിച്ചു. നിദ്രയുടെ അമ്മയുടെ സ്വർണമാണ് അതിൽ ഭൂരിഭാഗവും അവർ മകൾക്ക് വേണ്ടി ഇവിടെ വെച്ചിട്ട് പോയത്. നിങ്ങൾ അമ്മയും മകളും കൂടി അവളിൽ നിന്നെല്ലാം പിടിച്ചു പറിച്ചു. അവളുടേതായിരുന്നു വീട്. അവളുടെ അച്ഛനെല്ലാം നിങ്ങൾ പങ്കിട്ടെടുത്തു. പക്ഷേ അത് കണ്ണുനീര് വീണ മുതലാണ്. നിങ്ങളുടെ മകൾക്ക് അനുഭവയോഗമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ അവൾക്ക് ഉറപ്പായിട്ടും പണി കിട്ടും. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ എന്ന് പറയും. പക്ഷേ ഇപ്പോൾ കൂടെ കൂടെയാണ്. എൻ്റെ അമ്മയുടെയും പെങ്ങളുടെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സത്യഭാമക്കാകെ വിറഞ്ഞു കയറി. അവർ മകനെ ഒരാട്ടാട്ടി. ഏരണം കെട്ടവനെ, സ്വന്തം അമ്മയോടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? കൊന്നുകളയും നിന്നെ ഞാൻ. കൊല്ലാതെ കൊല്ലുന്നുണ്ടല്ലോ. പിറുപിറുത്തുകൊണ്ട് ശരത്ത് മുഖം തിരിച്ചു നിന്നു. ഡാ, ഇവിടെ നോക്കടാ താല് തെറിച്ചവനെ. നീ എന്നെ വേദാന്തം ഒന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട. കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. നീയൊക്കെ 4 നേരം വെട്ടി വിഴുങ്ങുന്നതേ ഞാനതെല്ലാം പങ്കിടാൻ മിടുക്ക് കാണിച്ചത് കൊണ്ടാടാ. എന്നിട്ടിപ്പോ അവൻ പ്രസംഗിക്കുന്നു. നീ ശരണ്യെ അന്വേഷിക്കുന്നുണ്ടോ ഇല്ലയോ? അവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവന്നിട്ട് ആ സ്വർണം എടുത്ത് വിറ്റിട്ട് വേണം എനിക്ക് നിദ്രയുടെ അമ്മയുടെ കടം തീർക്കാൻ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരുമെന്ന് നിനക്കറിയില്ലേ? ഞാൻ എന്തായാലും അവളെ നോക്കി പോകുന്നില്ല. എന്തായാലും അമ്മയും മകളും കൂടി ഒപ്പിച്ചു വെച്ചതല്ലേ ഇതെല്ലാം. ഇനി നിങ്ങൾ തന്നെ ഒരു തീർപ്പുണ്ടാക്കാൻ നോക്ക്. ശരത്ത് അവസാനമാക്കുന്ന പോലെ പറഞ്ഞു.
എടാ നന്ദി കെട്ടവന്, നിനക്ക് പെറ്റ തള്ളയോട് എന്തെങ്കിലും ഒരു സ്നേഹമുണ്ടോ? നീയൊക്കെ പിഴച്ചു പോകുകയുള്ളൂ. ആഹാ കൊള്ളാലോ. ശരത്ത് ചിരിച്ചു. ഇതാണ് അമ്മയുടെ യഥാർത്ഥ മുഖം. നിങ്ങൾ ആരെങ്കിലും സ്നേഹിച്ചിട്ടുള്ളതാ? എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളെ നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളുടെ അച്ഛനെയും നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല. നിങ്ങൾ നിങ്ങളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ സമയം കണ്ടെത്തിയത് നിരപരാധികളെ ദ്രോഹിക്കാനാണ്. ആ നിദ്രയും മുത്തശ്ശി ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ അവരെന്തൊക്കെ ചെയ്തു? നിങ്ങൾക്ക് മനസ്സാക്ഷി എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ല. നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് ഫലമാണ് നിങ്ങളുടെ മകൾ നിങ്ങളോട് കാണിച്ചത്. അവൾ നിങ്ങളെപ്പോലെ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. ദേ ശരത്തെ, ഞാനാകെ വലഞ്ഞു നിൽക്കുക. എന്നോട് വേണ്ടാത്ത വർത്താനം പറഞ്ഞാലുണ്ടല്ലോ അവൻ്റെ ഒരു നിദ്ര. നിനക്ക് എപ്പോഴാണ് അവളോട് ഇത്രയും സ്നേഹം തോന്നാൻ തുടങ്ങിയത്? ദൈവമേ, അവൾ എന്ത് കൂടോത്രമാണ് ഈ കുടുംബത്തിൽ ചെയ്തത്? പെറ്റ മക്കൾക്ക് പോലും എന്നെ വേണ്ടാതായല്ലോ. അയ്യോ മോളി ശരണി, എന്നാലും അമ്മയോട് നീ ഇത് ചെയ്തല്ലോടി. സത്യഭാമ വീണ്ടും കരയാൻ തുടങ്ങി. ശരത്ത് അസഹിഷ്ണുതയോടെ ഒരു നിമിഷം നോക്കി നിന്നിട്ട് തൻ്റെ മുറിയിലേക്ക് പോയിരുന്നു. കുറേ നേരമായി രുദ്രൻ ആര്യനെ ഫോണിൽ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് 5-8 പ്രാവശ്യം വിളിക്കേണ്ടി വന്നു ഒന്നെടുക്കാൻ. എടാ, ഞാൻ എത്ര പ്രാവശ്യമായി നിന്നെ വിളിക്കുന്നു, നിനക്കൊന്ന് ഫോൺ എടുത്താലെന്താ? അതോ നിനക്കും എന്നെ വേണ്ടാതായോ? രുദ്രൻ്റെ ശബ്ദം കുറച്ചൊന്ന് ഇടറിപ്പോയിരുന്നു. അത് പിന്നെ രുദ്ര, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ആര്യൻ്റെ ശബ്ദം പതറി. ഈ രാത്രി 9:30-ക്കോ? ഇന്ന് നിനക്ക് ഷൂട്ടിംഗ് ഇല്ലല്ലോ, വീട്ടിലാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. എടാ, അത് പിന്നെ തിരക്കിലാണെന്ന് വെച്ചാ ഞാൻ ഉറങ്ങിപ്പോയി. ആര്യൻ വല്ലാതെ വിക്കി. അവൻ പറയുന്നത് എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് രുദ്രന് തോന്നി. ശരി, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നീ അച്ഛനോട് സംസാരിച്ചില്ലേ? ഞാൻ സംസാരിച്ചു. പക്ഷേ രുദ്ര, അച്ഛന് നിന്നെ സഹായിക്കാൻ താല്പര്യമില്ല. എടാ, ഇത്രത്തോളമായ സ്ഥിതിക്ക് നീ അത് വിടുന്നതാണ് നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. വാട്ട്? സഹായിക്കാൻ താല്പര്യമില്ലെന്നോ? വൈ? രുദ്രൻ്റെ സ്വരത്തിൽ അമ്പരപ്പ് നിറഞ്ഞു. അതെന്താടാ അങ്കിൾ അങ്ങനെ? എൻ്റെ കാര്യത്തിൽ അങ്കിളിന് ഇതുവരെ വലിയ താല്പര്യമായിരുന്നല്ലോ. മാത്രമല്ല എന്നോട് വലിയ ഇഷ്ടമാണെന്ന് പലതവണ പറഞ്ഞിട്ടുമുണ്ട്. എടാ, അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ അച്ഛൻ പറയുന്നത് അച്ഛൻ്റെ പ്രതിച്ഛായ തകർക്കുന്ന ഒരു കാര്യത്തിലും ഇടപെടാൻ താല്പര്യമില്ലെന്നാണ്. നീ എന്തീ പറയുന്നത് ആര്യ? എൻ്റെ കാര്യത്തിൽ ഇടപെട്ടു എന്ന് വിചാരിച്ച് എങ്ങനെയാണ് അങ്കിളിൻ്റെ പ്രതിച്ഛായ തകരുന്നത്? പിന്നെ ഇത്രയും നാണം കെട്ട കാര്യത്തിന് അച്ഛൻ ഇറങ്ങിയ അച്ഛൻ്റെ ഇമേജ് തകരില്ലെന്നാണോ? രുദ്രൻ്റെ മനസ്സിടിഞ്ഞുപോയി. എടാ, ഇതൊക്കെ ആരറിയാനാ? രഹസ്യമായിട്ട് അങ്കിളിന് ഇതിൽ ഇടപെടാവുന്നതല്ലേ ഉള്ളൂ. എന്തായാലും അച്ഛന് താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും തൻ്റെ സ്ഥാനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നും തന്നെ അച്ഛൻ ചെയ്യില്ല, അതുറപ്പാണ്. മനസ്സമാധാനമില്ലാതെയാണ് രുദ്രൻ ഫോൺ വെച്ചത്. ആര്യൻ്റെ അച്ഛൻ്റെ മനോഭാവം അവന് മനസ്സിലായതേയില്ല. അവൻ പറഞ്ഞതൊന്നും യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും തനിക്ക്? ആരെയും നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും അത് കണ്ടുപിടിച്ചേ തീരൂ. മറ്റെന്തെങ്കിലും വഴി നോക്കുക തന്നെ. രുദ്രൻ ഒരു ദീർഘനിശ്വാസത്തോടെ ബെഡിലേക്ക് ചാഞ്ഞു. രാത്രിയുടെ ഇരുളിൽ അവന് പ്രിയപ്പെട്ട ഒരു മുഖം ഓർമ്മ വന്നു. അവളിൽ നിന്ന് പിരിഞ്ഞിട്ട് യാതൊരു സമാധാനവും ഉണ്ടായിട്ടില്ലെന്ന് രുദ്രൻ ഓർത്തു. ആ നിറഞ്ഞ കണ്ണുകളും നൊമ്പരമാർന്ന മുഖവും തന്നെ പിന്തുടരുന്നത് പോലെ. നിങ്ങൾക്കെന്നെ സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനെൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന് ചോദിക്കുന്നത് പോലെ. ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും അവൾ. താൻ സാറയെയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴുണ്ടായ അവളുടെ വാടിയ മുഖമോർത്തപ്പോൾ അവന് സങ്കടം വന്നു. എപ്പോഴൊക്കെയോ അവൾക്ക് താൻ കുറച്ച് പ്രതീക്ഷകൾ കൊടുത്തിരുന്നു. എപ്പോഴൊക്കെയോ അവളോട് തമാശകൾ പറഞ്ഞിരുന്നു, ചിരിച്ചിരുന്നു. ഇത്രയ്ക്കൊക്കെ പോരെ ഒരു പാവം പെണ്ണിൻ്റെ മനസ്സിൽ മോഹം വളർത്താൻ, അതും തൻ്റെ താലിയുമായി നടക്കുന്നവൾ. പക്ഷേ അവളെല്ലാം മനസ്സിൽ അടക്കി വെച്ച് തന്നെ വിട്ടയക്കുകയാണ് ഉണ്ടായത്. അത് അവളുടെ അഭിമാനബോധമാവാം. രുദ്രന് വല്ലാത്തൊരു ആദരവ് തോന്നി നിദ്രയോട്, ഭയങ്കരമായൊരു നഷ്ടബോധവും. ഇത്രയും നല്ലൊരു പെണ്ണിൻ്റെ സ്നേഹം താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നോർത്തായിരുന്നു അത്. കരച്ചിലും പിഴിച്ചിലുമെല്ലാം കഴിഞ്ഞ് വരാന്തയിൽ താടിക്ക് കൈയും കൊടുത്തിരിക്കുകയായിരുന്നു സത്യഭാമ. ശരത് എപ്പോഴോ തൻ്റെ മുറിയിലേക്ക് പോയിരുന്നു. ശരണ്യ പോയത് സത്യഭാമയ്ക്ക് വല്ലാത്തൊരു ആഘാതമായിരുന്നു. അവളായിരുന്നു എന്നും തൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവളായിരുന്നു തൻ്റെ ശക്തി. അവൾ പോയപ്പോൾ തൻ്റെ ചിറകൊടിഞ്ഞതുപോലെയായി. എന്നാലും താൻ അവളെ എന്തുമാത്രം സ്നേഹിച്ചതാ. നിദ്രയെ എത്രയോ ദ്രോഹിച്ചു. അതേ അളവിൽ തന്നെ താൻ ശരണ്യെ സ്നേഹിക്കുകയും ചെയ്തു. പക്ഷേ തനിക്കൊരാപത്ത് വന്നപ്പോൾ അവൾ തള്ളിക്കളഞ്ഞിട്ട് പോയി. അത് ഉണ്ടായിരുന്ന പണവും സ്വർണവും എല്ലാം എടുത്തുകൊണ്ട്. അമ്മ ജയിലിലായാലും അവൾക്ക് പ്രശ്നമില്ലല്ലോ.
ഓരോന്നോർക്കവേ സത്യഭാമയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അപ്പോഴാണ് ഒരു കോൾ സത്യഭാമയുടെ മൊബൈലിലേക്ക് വന്നത്. ഹലോ, സത്യഭാമയല്ലേ? അതെ, നിങ്ങളാരാ? അവർ സംശയത്തോടെ ചോദിച്ചു. ഇത് ടൗണിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI ആണ് സംസാരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ എന്ന് കേട്ടതും സത്യഭാമയുടെ നെഞ്ച് കിടുകിടുത്തു. എന്ത് സാറേ? നിങ്ങൾക്കെതിരെ ആക്ടർ രുദ്രമഹാദേവിൻ്റെ അമ്മ ഗായത്രി ദേവി ഒരു പരാതി തന്നിട്ടുണ്ട്. നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച ക്യാഷ് ഇതുവരെ തിരിച്ചു കൊടുത്തില്ല എന്നാണ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സത്യഭാമയുടെ നെഞ്ചിൽ തീയാളി. അയ്യോ സർ, പണം ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതാണല്ലോ. എന്നിട്ട് നിങ്ങളെന്താ ഇതുവരെ തിരിച്ചു കൊടുക്കാതിരുന്നത്? അത് പിന്നെ ഞാൻ പെട്ടെന്ന് കൊടുക്കാം സർ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആ പണം കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ പറയണ്ടല്ലോ, വനിതാ പോലീസിൻ്റെ ഇടിയും കൊണ്ട് ജയിലിൽ കിടന്നുണ്ട് തിന്നാം. അയ്യോ സാറേ, ഇന്ന് വൈകുന്നേരം പറ്റില്ല, ഞാൻ നാളെ കൊടുത്തോളാം. പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? ആ ഗ്യാപ്പ് നോക്കി എങ്ങോട്ടെങ്കിലും മുങ്ങാനാണെങ്കിലോ? ഞാൻ മുങ്ങത്തില്ല സാറേ, ഞാൻ ആ ടൈപ്പല്ല. ദയവ് ചെയ്ത് എനിക്ക് കുറച്ചുകൂടി സമയം തരണം. സത്യഭാമ ഭയത്തോടെ അപേക്ഷിച്ചു. ശരി ശരി, നാളെ വൈകുന്നേരത്തോടെ പണം ഗായത്രി ദേവിയുടെ വീട്ടിലെത്തിയിരിക്കണം. ഇല്ലെങ്കിൽ SI ഭീഷണിപ്പെടുത്തി. സത്യഭാമ ഗത്യന്തരമില്ലാതെ അത് സമ്മതിച്ച് ഫോൺ വെച്ചു. ടെൻഷൻ കൊണ്ട് തനിക്ക് സ്ഥലകാലബോധം പോലും നഷ്ടപ്പെടുന്നത് പോലെ അവർക്ക് തോന്നി. സത്യഭാമ മൊബൈലെടുത്ത് നിദ്രയുടെ നമ്പറിലേക്ക് വിളിച്ചു. ദൈവമേ, എടുക്കുന്നത് അവൾ തന്നെയാകണേ. ആ ഗായത്രി ദേവിയുടെ കയ്യിൽ നിന്ന് ഫോൺ കിട്ടരുതേ. എന്നാലും എനിക്ക് ഈ ഗതി വന്നല്ലോ. സാരമില്ല, കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നാണല്ലോ. ആദ്യത്തെ കോൾ എടുത്തില്ല. സത്യഭാമ വീണ്ടും വിളിച്ചു. ഹലോ. നിദ്രയുടെ സ്വരം കേട്ട് അവർക്ക് ആശ്വാസം തോന്നി. നിദ്ര, ഇത് ഞാനാടി, നിന്റെ ചെറിയമ്മ സത്യഭാമ. എന്ത് ചെറിയമ്മേ? നിദ്ര സംശയത്തോടെ ചോദിച്ചു. മോളെ, എന്നൊന്ന് സഹായിക്കണേ. നിന്റെ അമ്മായിയമ്മൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുക. ആ ക്യാഷ് ഞാൻ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എന്നെ ജയിലിൽ കയറ്റുമെന്ന് അവർ പറയുന്നത്. അതിന്? നിദ്രയുടെ ശബ്ദം കടുത്തു. മോളെ, ഇനി നിനക്ക് മാത്രമേ ചെറിയമ്മയെ രക്ഷിക്കാൻ സാധിക്കൂ. ദയവ് ചെയ്ത് ചെറിയമ്മയെ ജയിലിൽ കയറ്റരുത്. നീ പറഞ്ഞ നിന്റെ അമ്മായിയമ്മ കേൾക്കും. ഞാൻ പറഞ്ഞ എൻ്റെ അമ്മ കേൾക്കും, അതെനിക്കറിയാം. പക്ഷെ ഞാൻ പറയില്ല ചെറിയമ്മേ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരിക്കലും എൻ്റെ അമ്മയോട് സംസാരിക്കില്ല. ജയിലിൽ കയറുന്നുണ്ടെങ്കിലേ അത് നിങ്ങളുടെ കയ്യിരിപ്പ് കാരണമാണ്. എന്തായിരുന്നു നിങ്ങൾ അമ്മയും മോളും കൂടി 2 ദിവസം മുൻപ് ഇവിടെ വന്ന് നടത്തിയ പ്രഹസനം? അപ്പോൾ ചെയ്തതിനുള്ള കൂലിയും ഒട്ടും കുറയാതെ വാങ്ങിച്ചോ? സത്യഭാമയ്ക്ക് തൻ്റെ മുഖമടച്ച് ഒരടി കിട്ടിയതുപോലെ തോന്നിയ ആ നിമിഷം